അളിയൻ വിളിച്ച ഗായികയുടെ പേര് എന്തോണ്ട് വലിയ പേരല്ലേ? അപ്പൊ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്റെ പേര് ആഘോഷ് കുമാർ എന്നാക്കി. അളിയൻ വിളിച്ച ഗായികയുടെ പേരെന്തായിരുന്നു? ഇത് അവളുടെ പേര് ഒരു വെറൈറ്റി സാധനമാണ്. ഒരു മിനിറ്റ് ഞാൻ ചങ്കല ബിലകൽ ജങ്കോ എന്താ? ആ അതെ, ചിലങ്ക ചഞ്ചൽ. അല്ല ഇതെന്താണ് നോക്കി വായിക്കണത്? എനിക്ക് കിട്ടിയല്ലെന്ന് പെട്ടെന്ന്. എന്റെ അളിയൻ വിളിച്ച ഗായികയാണ്. ആ ഗായികയുടെ പേര് ഇങ്ങനെ നോക്കി പറയാൻ പാടില്ല. അവർക്ക് നാണക്കരണ്ട. ഇത് നോക്കി എക്സ്ക്യൂസ് മീ, ഇതല്ലേ മിസ്റ്റർ പ്രഹ്ലാദിന്റെ വീട്? ആഹ്ലാദൻ. ഓ അതിന്റെ വീട് തന്നെ. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? പറയേണ്ട കാര്യം നമുക്കറിയാൻ പാടില്ല. ചിലന്തി ചങ്ങലയെ ചങ്ങല വിഴുങ്ങി. ചങ്ങല വിഴുങ്ങിയ ചങ്ങല കുടുങ്ങി. ചങ്ങല കുടുങ്ങിയ ആ പേപ്പർ എന്താ? പേപ്പറത്തേക്ക് എന്താ അവിടെ? അങ്ങനെ ഓരോരോ കാര്യങ്ങള്. പേരൊന്ന് പറയാമോ? ഇറ്റ്സ് മീ ചിലങ്ക ചഞ്ചൽ. അത് എനിക്കറിയാം, ഇവനറിയില്ലല്ലോ. അതെ, ഞാൻ ചുരുക്കിട്ട് ഇറ്റ്സ് മീ എന്ന് വിളിച്ചോട്ടെ. അല്ല ആക്ച്വലി എന്റെ പേര് ചിലങ്ക ചഞ്ചൽ എന്നാണ്. ശരിക്കും പേര് ഇവിടെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്? എന്താ ഇങ്ങനെ കുലുക്കിയെടുത്ത് വായിലൂടെ? അല്ല, ഞാൻ എപ്പോ പേര് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ സ്റ്റൈലിലേ പറയുള്ളൂ, ചിലങ്ക ചഞ്ചൽ. ആക്ച്വലി ഞാൻ 2 വർഷമായിട്ട് ദുബായിലായിരുന്നു. ദുബായിൽ ഞാൻ ഇന്നലെ വന്നേ ഉള്ളൂ. അങ്ങനെ വന്ന് എടാ, വെള്ളമില്ലാത്തടത്ത് നീന്തിക്കരണം വള്ളക്കാരാ. നീ എങ്ങോട്ടാ? ഒരു ആവേശത്തിലേക്ക് കേറി. അങ്ങനെ കേറണ്ട. അതെ അതെ അതെ, കുറച്ച് കഴിയുമ്പോ ഞാനൊരു സ്നാപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് വൃത്തിയോടാണ് നീ പറഞ്ഞത്? നീ ഇവിടെ വെച്ച് ഇപ്പൊ എന്താ നീ പറഞ്ഞത്? എന്റെ അടുത്ത് പറയണം. അളിയാ, എന്താ ഞാൻ എടുത്തു കണ്ടിട്ട് വേണമെങ്കിൽ അളിയനൊന്ന് എടുത്തോ. അയ്യേ, ഹലോ ഗൈസ്, ഞാൻ ഇന്നൊരു പ്രധാന കാര്യം പറയാനായിട്ടാണ് ലൈവിൽ വന്നേക്കുന്നത്. ഇന്ന് എന്റെ പ്രോഗ്രാം നടക്കാനിരുന്നത് മുട്ടോ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പൊ ആരെങ്കിലും ഏതെങ്കിലും കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ പ്രോഗ്രാം കാണാൻ വരണം കേട്ടോ. ഓക്കെ കേട്ടോ. സ്പോൺസറിനെ കൂടി ഒന്ന്. നമ്മുടെ ഈ പ്രോഗ്രാം വരെ ചേട്ടനാണ് സ്പോൺസർ ചെയ്യുന്നത്. ഓക്കെ, ബൈ. ആക്ച്വലി ഞാൻ എപ്പോഴും സ്പോർട്ടിംഗ് സ്ഥലത്തേക്കാണ് പോവാറല്ലോ. സ്പോട്ട് ഇവിടെയാണ് സ്പോട്ടെ. അതെനിക്കറിയാം. എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്ന്? അതായത് ഇവിടെ വരുന്നു, ഇച്ചിരി ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഒരുമിച്ച് പോയി പരിപാടി നടത്തുന്നു. ആയിക്കോട്ടെ, ഇപ്പൊ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്ന് പറയൂ. ഇത് എന്റെ അളിയനാണേ. ഇവനൊരു പ്രവാസിയാണ്. നല്ല പേര് പ്രവാസി. ആഘോഷ് കുമാർ എന്ന പേര് പ്രവാസിയാണ്. ഓ, പ്രവാസിയാണ്. ഓക്കെ, ശരി. അതിനുപരി ഒരു ഗായകനാണ്. പിന്നെ അതിനുപരി മറ്റെടുത്ത ടാലന്റ് ഉള്ള ഒരുത്തനാണ്. ഈ ഒന്നിൽ കൂടുതൽ കഴിവുള്ള ആളെ പറയൂലേ നമ്മള്. മൾട്ടിപ്പിൾ ടാലന്റ്. അപ്പൊ എന്റെ പാട്ടും കാര്യം അപ്പൊ പാട്ടൊക്കെ പാടാൻ അറിയോ? കൊള്ളാം. 5 വർഷമായിട്ട് ഞാൻ ചെമ്പിലല്ലായിരുന്നു. പുഴുങ്ങാൻ കയറി നിന്നാണോ? അതല്ലെന്ന് മറ്റേ പാട്ടൊക്കെ. ഓ, ചെമ്പൈലായിരുന്നു. സംഗീതത്തെ പറ്റിയൊക്കെ? സംഗീതം അറിയും തോറും മകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി. എന്തിനാണ് എന്റെ മുഖത്ത് നോക്കി നുണ പറയുന്നത്? നിന്നെ കഴുത്തിനടുത്ത് കടലിൽ എറിയല്ലായിരുന്നു. സംഭവം കഴിഞ്ഞ വർഷം ഈ അമ്പലത്തിൽ പാട്ട് പാടാൻ കയറി. ഞാൻ പറഞ്ഞു, ഇടാ കേറല്ലേ എന്ന് പറഞ്ഞു. ഇവൻ ടർപ്പള വഴി കയറി ചെന്ന് പാടി കലിപൂണ്ട കമ്മിറ്റിക്കാർ വന്ന് നേരെ എടുത്ത് അറബിക്കടലിലേക്ക് എറിഞ്ഞു. പതച്ച് കയറിയത് അവിടെ ദുബായിലാ. അവിടെ ചെന്ന് അവിടെയും പാടി അവിടുന്ന് അവരെറിഞ്ഞ് നേരെ വന്ന് കയറിയിരിക്കുക. എന്റെ അമ്മയുടെ ഉത്സവമാണിത്. ഞാൻ പറഞ്ഞേക്കാം. അല്ല, ചേട്ടന്റെ ആഗ്രഹമല്ലേ? ചേട്ടന് ഒറ്റയ്ക്കൊരു ഭക്തിയാനം അങ്ങ് പാടിക്കോ. എന്താ 10 ഗാനൊക്കെ പാടാൻ പറയണ്ടല്ലോ. 10 ഭക്തിയാനം ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കോ. മറ്റേ സാധനം എന്നാ കണക്കണോ നീ പറഞ്ഞത്? അതല്ല, നിന്റെ മെയിൻ സാധനം ഉണ്ടല്ലോ ഒരെണ്ണം. അങ്ങനെയാണെങ്കിലേ ഒരു പ്രണയഗാനം പാടിയാലോ? ഏത് സിനിമയിലാ? സിനിമയല്ല, ഇത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു സർപ്രൈസ് ഞാൻ പൊട്ടിക്കാൻ പോകണം. ഇത് ഞാനൊരു CD ആക്കി ഇറക്കുന്നുണ്ട്. ആ CD-യിൽ ആരാ പാടുന്ന അറിയാമോ? ആരാ? ചലഞ്ച്. അല്ലെങ്കിൽ ഏത് പാട്ട് ഞാൻ എടുത്താലും ഒരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കുള്ളൂ. ഞാൻ പേര് പറഞ്ഞത് ചഞ്ചൽ. അപ്പൊ ഞാൻ ഈ പറയുന്ന പാട്ട് ശ്രദ്ധിച്ച് കേട്ടോ. ഭയങ്കര തിങ്സ് ആണ്. അല്ല, ഒന്ന് പാടിക്കാം, നമുക്ക് അപ്പോഴത്തേക്ക് നോക്കാമല്ലോ. കുറെ സാധനം എന്റെ ഉള്ളിലുണ്ട്. അടുക്കി ചിട്ടി എടുക്കണം നമുക്ക്. ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നീ അത് കേട്ടിരുന്നു. എന്താ? ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നീ അത് കേട്ടിരുന്നു. എന്താ? നിന്നെ കാണണം എന്നൊരു മോഹം ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു എനിക്ക് നിന്നെ കണ്ട. അങ്ങനെ ഞാൻ നിന്നെ. അയ്യോ ചേട്ടാ, ഒരു മിനിറ്റ്. ചേട്ടനോടല്ല, ആഹ്ലാദം ചേട്ടാ, ഒരു മിനിറ്റ്. ഓപ്പണിംഗ് ആണെങ്കിൽ ഓപ്പണിംഗ് കിട്ടുമെന്ന് പറയട്ടാ. ചേട്ടാ, എന്റെ ഉപജീവന മാർഗമാണത്. എനിക്ക് ഈ വേദി കഴിഞ്ഞാലും എനിക്ക് വേറെ വേദി കിട്ടണം. ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് ചേട്ടൻ എന്റെ ഈ അഭിപ്രായം ഒന്ന് മാനിക്കണം. ദൈവത്തെ ഓർത്ത് ഒടുങ്ങടാ, നീ അടങ്ങടാ. നീ എവിടെയെങ്കിലും പോകുന്ന ഒടുങ്ങാ.